ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട് നമ്മുടെ പാരൻസിൻ്റെയൊക്കെ ഒരു മീറ്റിംഗ് വിളിച്ചൊരു സമയം ഉണ്ടായിരുന്നു. അവരെ ഇൻഡിവിജ്വലി നമ്മൾ വിളിച്ച് സംസാരിക്കുന്ന ഒരു സമയം. അന്ന് +2 കുറച്ച് പാരൻസിൻ്റെ ഒക്കെ ഒരു സംശയമാണ്, സാർ ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്താൽ എൻ്റെ മോന് നീറ്റ് കിട്ടുമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നീറ്റ് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീറ്റ് എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാമാണ്. ആ എൻട്രൻസ് എക്സാമിലൂടെ കുറേ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഉണ്ട്. MBBS ആയിക്കോട്ടെ, BDS, ഹോമിയോ, ആയുർവേദ, വെറ്റിനറി പോലുള്ള കോഴ്സുകൾ. ഇനി അതുകൂടാതെ നമ്മുടെ മറ്റ് കോഴ്സുകൾ, അതായത് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, നിങ്ങൾക്കറിയാം, നമ്മുടെ നേഴ്സിംഗ് കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകൾ, ഇതിലൊക്കെ ഇപ്പോൾ നീറ്റിലൂടെയാണ് അഡ്മിഷൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി അത് മാത്രമല്ല, ഇത് കൂടാതെ നമ്മൾ ഇവരുടെ എയിംസിൻ്റെ നേഴ്സിംഗ്, ഇതൊക്കെ ഒരേ സിലബസ് തന്നെയാണല്ലോ വരുന്നത്. അതുപോലെ തന്നെ മിലിറ്ററി നേഴ്സിംഗ്, പിന്നെ നിംഹാൻസിൻ്റെ നേഴ്സിംഗ്, ഇതൊക്കെ എഴുതാൻ നമ്മൾ ഈ ഒരു ക്രാഷ് കോഴ്സിൽ പഠിക്കുന്ന കാര്യങ്ങൾ മതി. അപ്പോൾ ഇതുകൊണ്ട് ക്രാഷ് കൊണ്ട് നീറ്റ് കിട്ടുമോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ MBBS ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. കാരണം അത്യാവശ്യം നല്ല ഐഡിയ ഉള്ളൊരു കുട്ടിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. മറിച്ച് നോർമലി നമ്മളൊരു ബോർഡിന് വേണ്ടി മാത്രം ശ്രമിച്ച് നമ്മുടെ ആ +2 ലൈഫൊക്കെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് വന്നൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBS, BDS പോലുള്ള കാര്യങ്ങൾ എത്തിപ്പെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി അതല്ല, റിസർവേഷനൊക്കെ ഉള്ളൊരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇത് കൂടാതെ നിങ്ങൾ നല്ല രീതിയിൽ മുന്നേ പഠിച്ചു പോയൊരു കുട്ടിയാണെങ്കിലും ബുദ്ധിമുട്ടില്ല. മറിച്ച് അല്ലാത്ത കുട്ടികൾക്ക് മറ്റു പറയുന്ന കുറേ കോഴ്സുകൾക്ക്, അതായത് നമ്മൾ പറഞ്ഞേക്കുന്ന നേഴ്സിംഗ് പോലെയുള്ള കോഴ്സുകൾ, പാരാമെഡിക്കൽ കോഴ്സുകൾ, ഇതൊക്കെ ഈ വർഷം നീറ്റിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഇതൊക്കെ ക്രാക്ക് ചെയ്യാൻ, അതായത് നമ്മൾ 4 ലക്ഷം 5 ലക്ഷം രൂപ കൊടുക്കേണ്ട ഫീസ് കൊടുക്കാതെ അവിടെ ഗവൺമെൻറ് ഫീസായിട്ടുള്ള 10,000 രൂപ കൊടുത്തുകൊണ്ട് നമുക്ക് പഠിക്കാൻ ഈ ക്രാഷ് പ്രോഗ്രാം ധാരാളം മതി. ക്രാഷ് കൊണ്ട് മാത്രം നമുക്കിത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ക്രാഷ് എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് നീറ്റിൽ വരുന്ന പല കോഴ്സുകളിലേക്കും ഗവൺമെൻറ് കോളേജുകളിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കാൻ ക്രാഷ് മതി. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പഠിക്കേണ്ട കാര്യങ്ങൾക്ക് ചിലപ്പോൾ ക്രാഷ് കൊണ്ടൊരു ടോട്ടൽ ഔട്ട്ലൈൻ ഉണ്ടാക്കാനും ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യാനും പാരൻസിന് വലിയൊരു ഫീസ് ഇല്ലാതെ ചിലപ്പോൾ അടുത്ത വർഷം നിങ്ങളെ റിപ്പീറ്റിന് പഠിപ്പിക്കാനും ക്രാഷ് കൊണ്ട് ഗുണം കിട്ടും. അപ്പോൾ മക്കളെ, ഇതൊരു ഓപ്പൺ ടോക്കാണ്. വെറുതെ ചുമ്മാ ഒരു പരസ്യവാചകങ്ങളിലൂടെ ഇത്ര ദിവസം കൊണ്ട് നിങ്ങളെ ഡോക്ടറാക്കുക എന്നല്ല പറയുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം തുറന്നു കാട്ടുന്ന ആളുകളെ ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. എന്നാലും ശരി, ഇതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ നല്ല കുട്ടികളായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ക്രാഷിലേക്ക് വരാം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ ലിമിറ്റഡ് ആണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അതല്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലിയ ആഗ്രഹങ്ങളാണെങ്കിൽ അതിലേക്ക് നിങ്ങളെ ഒരു പടി കയറ്റിത്തരാൻ നമുക്ക് JPSന് സാധിക്കും. ഉറപ്പായിട്ടും ക്രാഷ് കൊണ്ട് കുറേ ഗുണമുണ്ട്. നമുക്ക് സബ്ജക്റ്റിനെ മൊത്തത്തിൽ അറിയാൻ പറ്റും. നമുക്ക് ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ആലോചിച്ച് നിൽക്കണ്ട കേട്ടോ. പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോ. കുറച്ച് ബാച്ചേ ഉണ്ടാവും, 2 ബാച്ച് മാത്രമേ ഓഫ്ലൈനിലുള്ളൂ, പിന്നെ ഓൺലൈനിൽ. അപ്പോൾ മക്കൾ മടിച്ച് നിൽക്കണ്ട. പെട്ടെന്ന് അഡ്മിഷൻ എടുത്താൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, JPSൻ്റെ ഈ 2 ബാച്ചിൽ ഏതെങ്കിലും ഒരു ബാച്ചിൽ മക്കൾക്ക് ജോയിൻ ആവാം. പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോട്ടോ.